നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന കാര്യത്തിൽ ഏതാണ്ട് നിങ്ങൾ 100% പേരും വിയോജിക്കും. പക്ഷെ ഞാൻ എൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. നമ്മൾ അഹങ്കാരികളാവണം, പക്ഷേ നല്ല അഹങ്കാരികളാവണം. എങ്കിൽ നമുക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റും. നേട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗ്യം, ഭാഗ്യമാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. അതായത് ഞാൻ പറഞ്ഞത് നല്ല അഹങ്കാരികളാവണമെന്നാണ്. അഹങ്കാരം തന്നെ പല വിധത്തിലുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ഹോട്ടൽ, കൊച്ചിയിലൊരു ഹോട്ടലുണ്ട്. 100-ലധികം തരം ദോശകൾ ഉണ്ട്. കാക്കനാട് ആ ഭാഗത്ത നോൺ വെജും ഒക്കെ വെച്ചേക്കുന്ന ദോശകളും. ഏതാണ്ട് അതുപോലെ ഈ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞാനൊരു സൂചന തരാം. അതായത് അഹങ്കാരം നമ്മളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ അല്പസ്വല്പം ഇൻസ്പിറേഷൻ തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ല അഹങ്കാരം അതെന്താണ്? മോശം അഹങ്കാരമുണ്ട്, നല്ല അഹങ്കാരമുണ്ട്. അധൃഷ്യത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലളിതമായിട്ട് പറഞ്ഞാൽ അഹങ്കാരം തന്നെയാണ്. പക്ഷേ ധാർമ്മികമായ അഹങ്കാരം എന്ന് നമുക്ക് ഏകദേശം പറഞ്ഞു വെക്കാം. ഇപ്പോൾ ഞാൻ ജീസസ് സാംബശിവൻ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണ്. വെറും ഭക്തനല്ല, ഏറ്റവും നല്ല ഭക്തനാണെന്ന് എനിക്ക് അധൃഷ്യതയോടെ പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഗുരുവായൂരപ്പൻ്റെ ഭക്തനാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. അവിടെ പോയി കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് തൊഴുതാൽ മാത്രം പോരാ, മറിച്ച് നമ്മളുടെ കർമ്മങ്ങളെല്ലാം വിശുദ്ധമാവണം. വെറുതെ ശുദ്ധമായാൽ പോരാ, വിശുദ്ധമാവണം. അതായത് ഭൂമിയിൽ ജനിച്ച എന്ന് പറയുമ്പോൾ മനുഷ്യ ചരിത്രത്തിൽ തന്നെ ജനിച്ചിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ ഞാനാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ഞാൻ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചെറിയ പണിയൊന്നുമല്ല, 1.5 പണിയൊന്നുമല്ല. ഒരു 10-28 നിലയിൽ അതിൻ്റെ ആ വിശകലനങ്ങൾ പോകുന്നു. ചെറിയ സംഭവമല്ലത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ ഞാനാണെന്ന് എനിക്ക് അധൃഷ്യതയോടെ പറയാൻ കഴിയണം. അതാണ് ഈ നല്ല അഹങ്കാരം. അധൃഷ്യത എന്ന് പറയുന്ന വാക്കിന് നമുക്ക് നല്ല അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മോശം അഹങ്കാരം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതും ഒരു പരിധി വരെ നമുക്ക് അത്യാവശ്യം പോസിറ്റീവ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാം. അതായത് ഒരു ഇൻസ്പിറേഷൻ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു പരിചയക്കാരൻ, പുള്ളിക്ക് നമ്മളോട് ഭയങ്കര ശത്രുത അല്ല, നമ്മളെ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്നൊക്കെ വരുമ്പോൾ അയാൾ നമ്മുടെ ശത്രുവായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിലല്ല, എങ്കിലും ഒരു പരിധി വരെ അയാൾ ശത്രുവാണ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കാണും ശത്രുക്കൾ തന്നെയും പല ഗ്രേഡിലുണ്ട്. ചെറിയ രീതിയിലുള്ള ശത്രുക്കളൊക്കെ ഉണ്ട്. ഈ ചെറിയ രീതിയിലുള്ള ശത്രുക്കളെടുക്കെ നമ്മൾ പോടാ പുല്ലേ, നിന്നേക്കാട്ടിലും വലിയവനാണ് ഞാൻ എന്നൊരു അഹങ്കാരം. അത് നല്ല അഹങ്കാരമാണോ മോശം അഹങ്കാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഇൻസ്പിറേഷൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ശത്രുക്കളെയും വലിയ ശത്രുക്കളെയും മുന്തിയ ഇനത്തിൽപ്പെട്ട ശത്രുക്കളെയൊക്കെ വെല്ലുവിളിക്കാനായിട്ട് അവരുടെ മുമ്പിൽ അത്യാവശ്യം ആളാവാൻ വേണ്ടി നമ്മൾ
നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നു. ഓക്കെ, അതിൻ്റെ പദപ്രയോഗങ്ങളൊക്കെ ഷാർപ്പ് അർത്ഥത്തിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സംഭവം ഈ പറയുന്ന അഹങ്കാരം, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ മോശക്കാരനല്ല. മുമ്പേ പറഞ്ഞ പോലെ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഹ്യൂമൻ ബീയിങ് ഞാനാണ് എന്ന് പറയാനുള്ള ഒരു രീതിയിൽ അത്രത്തോളം അല്ലെങ്കിലും ഈ ചെറിയ ശത്രുക്കളുടെ മുമ്പിൽ നമ്മളൊന്ന് ആളാവാൻ വേണ്ടി ഷേവൊക്കെ ചെയ്ത് വെളുത്ത മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ച് ഇച്ചിരി സ്റ്റൈലിന് ഡ്രസ്സൊക്കെ ചെയ്ത് ജാടയിൽ നമ്മൾ പോകുന്നു. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചെറിയ ശത്രുക്കളെ അല്ലെങ്കിൽ മുന്തിയ ശത്രുക്കളെ അവരുടെ മുമ്പിൽ അല്പസ്വല്പം ഗമ കാണിക്കാൻ ഈ അഹങ്കാരം, ചെറിയ രീതിയിലുള്ള നല്ല അഹങ്കാരം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അഹങ്കാരം ഒരു പരിധിവരെ നമുക്ക് ആവശ്യമാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ, ഒരു മോട്ടിവേഷനൊക്കെ കിട്ടുന്ന രീതിയാണ് സംഭവം. ഓക്കെ, അതായത് മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ മോശക്കാരനല്ലെന്ന് കാണിക്കാൻ വേണ്ടി, തെളിയിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എല്ലാം കൃത്യമായിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് സ്റ്റൈലിന് പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരികയാണ്. അപ്പോൾ അത്രത്തോളം നമുക്ക് ഈ അഹങ്കാരം അത് ഏത് തരത്തിലുള്ളതായാലും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഭൂമിയിൽ ജനിച്ചിട്ടുള്ള, മനുഷ്യ ചരിത്രത്തിൽ ജനിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ ഞാനാണെന്ന് നമുക്ക് അധിഷ്ഠിതയോടെ പറയാൻ കഴിയണമെങ്കിൽ ഹെർക്കൂലിയൻ ടാസ്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. ചെറിയ സംഭവമൊന്നും അല്ലത്. ഗുരുവായൂരപ്പൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവർക്കും ദൈവങ്ങളുണ്ട്. ഓക്കെ, ആ ദൈവങ്ങളുടെ എല്ലാം ഏറ്റവും നല്ല ഭക്തൻ ഞാനാണ് എന്ന് അതിശയതയോടെ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മുമ്പിൽ കർമ്മങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ ഒരു വലിയ ഹിമാലയ പർവ്വതമുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് പട്ടാളച്ചിട്ടയോടെ നമ്മൾ ജീവിക്കുക. ഏറ്റവും കുറഞ്ഞ ഏറ്റവും ലളിതമായിട്ടുള്ള, ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള, ഏറ്റവും മിനിമം സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യനിഷ്ഠ, ഒരു ചായ കുടിക്കുന്നതിന് പോലും ഷാർപ്പ് ടൈം വെക്കുക, പ്രാർത്ഥിക്കുന്നതിന്, ക്ഷേത്രദർശനത്തിന്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് എല്ലാം തന്നെ, ഉണരുന്നതിന്, ഉറങ്ങുന്നതിന്, എല്ലാത്തിനും, നമ്മൾ ആഹാരം കഴിക്കുന്നതിന്, കുളിക്കുന്നതിന്, ഓക്കെ, മന്ത്രജപങ്ങൾ, പ്രാർത്ഥന നടത്തുന്നത്, ഇതിനെല്ലാം ഷാർപ്പ് ടൈം വെക്കുക. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതുമാത്രം പോരാ, നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് പരമാവധി 100% പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റണം നമുക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഈശ്വരന് ഇഷ്ടപ്പെടില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഓക്കെ, അതായത് എൻ്റെ ഒരു വിശകലനം ഇതാണ്. അതായത് സംഭവം ഈ പറഞ്ഞ കണക്ക് പ്രപഞ്ചശക്തി, അതിൻ്റെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കും സാങ്കേതിക പദം എനിക്കറിയില്ല, എങ്കിലും ഏകദേശം ഞാൻ
പറയുന്ന ആ ഒരു വാക്കിതാണ്, നമ്മുടെ മനസ്സിലെ ഒരു ചെറിയ ചിന്ത പോലും ഈ പറഞ്ഞ മാധ്യമത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഓരോ സെക്കൻഡിലും. ചെറിയ സംഭവമൊന്നുമല്ല. അതായത് ഞാൻ മറ്റ് പല വീഡിയോകളിലും പറഞ്ഞിട്ട്, പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സംഭവമൊന്നുമല്ല. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നൊക്കെ പറയും. ഒരു രക്ഷയില്ല. നമ്മുടെ ഒന്നും ബൗദ്ധിക നിലവാരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം പോലും ആർക്കും ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതൊക്കെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റവും വിനയാന്വിതനായി, നമ്മൾ നാട്ടുകാരുടെ അടുക്ക അഹങ്കാരം കാണിച്ചോളൂ, പക്ഷേ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അടുക്ക ചെന്ന് കളിക്കാനൊന്നും പോകണ്ട. നമ്മളെ ഏതാണ്ട് വലിയ ആളാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ജാടയൊന്നും കാണിച്ചിട്ടില്ല. ജാട കാണിക്കാം നമുക്ക് ഈ പറഞ്ഞ ചെറിയ ശത്രുക്കൾ തന്നെ പല രീതിയിലുണ്ട്. എനിക്ക് കൂടുതലുള്ളതെന്ന് പറയാം ചുമ്മാ ശത്രുക്കൾ. ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. അതായത് ഞാൻ ഇപ്പോൾ ഏകദേശം 35 വർഷമായിട്ട് പൊതുജീവിതം ഉണ്ട് എനിക്ക്. ഓക്കെ, ഇതിനിടയിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ശത്രുക്കളായ ഒരുപാട് പേരുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പരദൂഷണം കൊണ്ടോ ഒക്കെ ശത്രുക്കളായവരുണ്ട്. അവരിൽ ഒരാളെ പോലും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, എന്നിട്ടും അവർ ശത്രുക്കളായ എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് പൊതുവിൽ ഇടുന്ന പേരിതാണ് ചുമ്മാ ശത്രു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ശത്രു. ഈ ശത്രുക്കളുടെ അടുക്കൊക്കെ നമ്മൾ ജാട കാണിച്ചോളൂ, അഹങ്കാരം കാണിച്ചോളൂ. പക്ഷേ ഈശ്വരൻ്റെ അടുക്ക ചെന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, അതായത് ഈശ്വരനെക്കുറിച്ച് ഞാൻ ചങ്കൂറ്റത്തോടെ പറയുന്നു, ഒരു ചുക്കും എനിക്കറിയത്തില്ല. ഫുൾ ദുരൂഹമാണ്, 100% ദുരൂഹമാണ്. ഈശ്വരൻ്റെ ആ ഘനഗംഭീരമായ വ്യക്തിത്വത്തിൻ്റെ 1% പോലും എനിക്കറിയില്ല. വലിയ പാടാണ്. നമുക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു ബൗദ്ധിക നിലവാരം നമുക്കില്ല. അത് തുറന്നു പറയുന്നതിന് പകരമാണ് ചിലർ നിരീശ്വരവാദികളാവുന്നത്. നിരീശ്വരവാദികളെ വെച്ചുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്, നമ്മൾ ഈശ്വരന് മുമ്പിൽ 100% നമ്മൾ പെർഫെക്റ്റ് ആവുക. ചെറിയ പണിയല്ല. നാട്ടുകാരുടെ ഒക്കെ ജാട കാണിച്ചോളൂ. ഓക്കെ, പക്ഷേ സംഭവം ഈശ്വരൻ്റെ ഈ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ രീതികൾ എല്ലാം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറഞ്ഞ മാധ്യമം. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അതിൽ നമ്മളുടെ ഓരോ പ്രവൃത്തിയും വാക്കുകളും ഓരോ ചെറിയ ചിന്തകൾ പോലും രേഖപ്പെടുത്തുന്നുണ്ട്. അതിന് നമുക്ക് മറുപടി കിട്ടുക തന്നെ ചെയ്യും. അതായത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം. അത് 100% ഉറപ്പാണ്. ഇപ്പോൾ നെല്ല് വിതച്ചിട്ട് നമുക്ക് ഗോതമ്പ് വിളവെടുക്കാനൊക്കില്ല. നന്മയുള്ള ഘനഗംഭീരമായ കർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ നിങ്ങൾ ചെയ്യൂ. തീർച്ചയായിട്ടും അതിന് ഡെഫിനറ്റായിട്ട് 200% ഒരു 50,000% ഉറപ്പാണ്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തന്നെ വരിക തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്യുമെന്നും പറഞ്ഞ് നമ്മളൊരാൾക്ക് 10,000 രൂപ കടം കൊടുക്കുക, 100% ഉറപ്പാണ് മറ്റൊരു രീതിയിൽ നമുക്ക് നേട്ടം വരും. പക്ഷേ ഈ പണം വാങ്ങിച്ചാളില്ല, 100% ഉറപ്പാണ് ശത്രുവാകും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്യരുതെന്നല്ല, മറിച്ച്
ഈ പണം കൊടുക്കുന്ന നമ്മൾ കൊടുത്ത് വാങ്ങിക്കുന്ന ആൾ നമ്മുടെ ശത്രുവാകും. പക്ഷേ മറ്റൊരു രീതിയിൽ നമുക്ക് നേട്ടങ്ങൾ വരികയില്ല. അത് പണമായിട്ട് തന്നെ വരണമെന്നില്ല. അപ്പം സംഭവം ഇതാണ്. ഞാൻ ആകെ മൊത്തം ടോട്ടൽ ഉദ്ദേശിക്കുന്ന ഇതാണ്. അഹങ്കാരം പല രീതിയിലുണ്ട്. നല്ല അഹങ്കാരം നമുക്ക് ആവശ്യമാണ് ഒരു പരിധി വരെ. അത് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുക തന്നെ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരാൾ IAS എഴുതി പാസ്സാവുന്നു. ഓക്കെ, എന്തിനാ? ശമ്പളം മേടിക്കാൻ വേണ്ടിയല്ല. ലളിതമായിട്ട് നാടൻ ഭാഷ പറയാം, ഒന്ന് ആളാവാൻ വേണ്ടി തന്നെയാണ് ഓരോരുത്തർ IASകാരും ഇതൊക്കെ ഓരോ പരീക്ഷകളൊക്കെ എഴുതി പാസ്സായി ഓരോ നിലയിലെത്തുന്നത്. അപ്പോൾ ആളാവാൻ വേണ്ടിയാണ്. ആരുടെ മുമ്പിൽ? ഈശ്വരൻ്റെ മുമ്പിലല്ല, മറിച്ച് ഈ പറഞ്ഞ ചുമ്മാ ശത്രുക്കളുടെയൊക്കെ മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തികളും അത്യാവശ്യം ആളാവാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുമ്മാ ശത്രുക്കളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം നല്ല അഹങ്കാരം, അധിഷ്ഠ്യത നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തോട് ചേർത്ത് വെക്കുന്നു. അതുവഴി നമുക്ക് ഒരു വലിയ അളവ് വരെ ഇൻസ്പിറേഷൻ, മോട്ടിവേഷനൊക്കെ കിട്ടുക തന്നെ ചെയ്യും. അത് നമ്മുടെ കർമ്മങ്ങൾക്ക് ഊർജം പകരുക തന്നെ ചെയ്യും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, നമുക്ക് നല്ല അഹങ്കാരം, ധാർമ്മികമായ അഹങ്കാരം, അധിഷ്ഠ്യത നമുക്ക് വേണം. അത് നമ്മളെ ഒരു വലിയ അളവ് വരെ നമ്മളെ കർമ്മോന്മുഖരാക്കുന്നു, നിരതരാക്കുന്നു. നമുക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടാൻ നമുക്ക് ഈ അധിഷ്ഠ്യത ഉപയോഗിക്കാം. അപ്പോൾ അഹങ്കാരികളാവുക എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ നല്ല അഹങ്കാരം, ധാർമ്മികമായ അഹങ്കാരം, അധിഷ്ഠ്യത, നമ്മൾ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മൾ അധിഷ്ഠ്യതയോടെ കർമ്മോന്മുഖരാവുക. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.